മഹാബലിപുരത്തേക്ക് വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇന്ത്യ സീഷൽ മ്യൂസിയം. ആയിരക്കണക്കിന് വെറൈറ്റിയിലുള്ള ഷെല്ലുകൾ, അവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അപൂർവമായിട്ടുള്ള കലാസൃഷ്ടികൾ, മനോഹരമായിട്ടുള്ള അക്വേറിയം, മത്സ്യബന്ധനത്തിന്റെ ചരിത്രം പറയുന്ന ഫിഷിംഗ് മ്യൂസിയം, അത്യപൂർവമായിട്ടുള്ള വിവിധ ഇനം പേളുകളും അവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അമൂല്യമായിട്ടുള്ള ചില വസ്തുക്കളും, കൂടാതെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡൈനോസർ പാർക്കും ഉണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കടലിന്റെ അമൂല്യ നിധികളെ പരിചയപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വെൽക്കം ടു മഹാബലിപുരം. അങ്ങനെ നമ്മുടെ ഇന്ത്യ സീഷൽ മ്യൂസിയത്തിന്റെ എൻട്രൻസ് ആണിത്. ടിക്കറ്റ് കൗണ്ടർ ആണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ 700 റുപ്പീസ് വരും. പക്ഷെ നമ്മൾ കോംബോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 400 റുപ്പീസ് ആണ്. ഇവിടെ നമ്മൾ കാണുന്ന ഓരോ കലാസൃഷ്ടിയും സീഷൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ മേജർ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ കാണുന്ന സിംഗപ്പൂർ മെർലിന്റെ റെപ്ലിക്ക എന്ന് പറയുന്നത്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള 22 അടി ഉയരമുള്ള ഈ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആണ്. നെക്സ്റ്റ്, ഈ കടൽ ചിപ്പികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു വലിയ കണ്ണാടിയുടെ ഫ്രെയിമാണ് ഇത്. രണ്ട് സൈഡും കണ്ടില്ലേ, 2 കടൽ കുതിരകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനത്തെ സീഷൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കലാസൃഷ്ടി എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ. നല്ല ഭംഗിയാട്ടോ. അത് ഈ കാണുന്നതും ഒക്കെ ഇതെല്ലാം തന്നെ കണ്ടില്ലേ, കടൽ ചിപ്പികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ഫ്ലവർ ബൊക്കയുടെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസം. അതിനകത്ത് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക രസമാണത് കാണാനായിട്ട്. കടലിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് കാണപ്പെടുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു ഓർഫിഷിന്റെ മോഡലാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണിത്. അടുത്ത് നമ്മൾ സീഷൽ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പോവാണേ. അറൗണ്ട് ദി വേൾഡ് ഒരു 50ഓളം രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള 40,000-ൽ പരം റെയറും യുണീക്കും ആയിട്ടുള്ള ഷെല്ലുകളാണ് ഇവിടെ കളക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു കൗതുകം എന്ന് വെച്ചാൽ ഇതെല്ലാം കളക്ട് ചെയ്തത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരാളായിട്ടുള്ള മിസ്റ്റർ രാജ മുഹമ്മദ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സീഷൽ മ്യൂസിയം ആണിത്. 2013 കേട്ടോ ഇത് ഓപ്പൺ ചെയ്തത്. വളരെ മികച്ച രീതിയിലാണ് കേട്ടോ ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ രാജ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വലിയൊരു ആരാധകനായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരനുമാണ്. ഒരിക്കല് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും രാജ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈ ഒരു ആഗ്രഹം, ഇന്ത്യയിലെ ആദ്യത്തെ സീഷൽ മ്യൂസിയം മാമല്ലപുരത്ത് തുടങ്ങണമെന്ന് ഈ ഒരു ആഗ്രഹം പറയുകയുണ്ടായി. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ കലാം സാറിന് അദ്ദേഹത്തിന്റെ ഐഡിയയും പാഷനും ഡെഡിക്കേഷനും ഒക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള 40,000-ലധികം ഷെല്ലുകൾ കൊണ്ടാണ് രാജ മുഹമ്മദ് സാറ് എന്ന ഒറ്റ വ്യക്തി 40 വർഷത്തിൽ ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റിയാണ്. ഏറ്റവും വലിയ ശംഖ് മുതൽ മണൽത്തരിയുടെ അത്രയും ചെറുതായിട്ടുള്ള കണ്ടില്ലേ ശംഖാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. നമുക്ക് അതിശയം തോന്നിപ്പോവും. ഷെല്ലുകളുടെ അതിശയിപ്പിക്കുന്ന മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത് പോകുന്നത് മാമല്ല ഫിഷ് മ്യൂസിയത്തിലേക്കാണ്. അതിന്റെ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്ന നോക്കിക്ക് എന്ത് അട്രാക്റ്റീവ് ആയിട്ടാണ് അല്ലേ. ഈ ഒരു സെക്ഷൻ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇവിടെ വിവിധ തരത്തിലുള്ള മീനുകളും കടൽ ജീവികളും ഒക്കെ നമുക്കിങ്ങനെ നേരിട്ട് കാണാനായിട്ട് പറ്റും. കൂടാതെ ഇതിന്റെ ഘടനയും ജീവിതശൈലിയും ഒക്കെ വിവരിച്ചു കൊണ്ടിട്ടുള്ള ഒത്തിരി അറിവുകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും അട്രാക്റ്റീവാണ് ഈ ഒരു അനുഭവം. ഇവിടെ ലൈവായിട്ട് സ്റ്റാർ ഫിഷിനെയും ലോബ്സ്റ്ററിനെയൊക്കെ നമുക്ക് കയ്യിൽ പിടിച്ച് നിൽക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് പേൾ മ്യൂസിയത്തിലേക്കാണ്. അതിന്റെ എൻട്രൻസ് ഉണ്ടോ, ശരിക്കും ഒരു പേൾ പോലെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രസമാട്ടോ. കണ്ടോ, എക്സോട്ടിക് സീഷൽസിന്റെ ഉള്ളിലുള്ള വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് പേൾസ് ആണ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് പ്രകൃതിയിലെ മുത്തുകൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അതേ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യൻ കൃത്രിമമായിട്ട് പേൾ ഉണ്ടാക്കുന്ന രീതിയാണ് പേൾ കൾച്ചറിങ് എന്ന് പറയുന്നത്. അതിന്റെ വിവിധ സ്റ്റേജുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ പേൾസ് അല്ലെങ്കിൽ മുത്തുകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിട്ടാണ് അല്ലെ.
വളരെ റെയറും യുണീക്കും ആയിട്ടുള്ള കുറച്ച് പേൾസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും വളരെ അട്രാക്റ്റീവ് ആണ്. ഡിഫറെന്റ് ഷേപ്സിലും കളേഴ്സിലും ഉള്ള പേൾസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അബുദാബി ഓപ്ഷനിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വിറ്റുപോയ മൊണാലിസ ഓഫ് ദി വേൾഡ് ഓഫ് പേൾ എന്നറിയപ്പെടുന്ന ജൈന്റ് സീ പേളിന്റെ ഒരു റെപ്ലിക്കയാണിത്. പല്ലവ രാജാക്കന്മാരായിരുന്ന മഹാദേവവർമ്മനും നരസിംഹവർമ്മനും എല്ലാം ഉപയോഗിച്ച പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു വാളിന്റെ റെപ്ലിക്കയാണിത്. മിസ്റ്റർ രാജ മുഹമ്മദ് വിവിധ രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള നാച്ചുറൽ പേൾസ് വെച്ചിട്ടാണ് ഇത്രയും ഇൻവാലുബിൾ ആയിട്ടുള്ള ഒരു റെപ്ലിക്ക നിർമ്മിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ക്വീൻ എലിസബത്തിന്റെ ഈ ഒരു ക്രൗണ്. ഇതിനകത്തും ഒരുപാട് നാച്ചുറൽ ജംസും പേൾസും ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു റെപ്ലിക്ക ആണെങ്കിൽ പോലും അത്രയ്ക്ക് ഇൻവാലുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. മഹാബലിപുരം വരുമ്പോൾ നമ്മളിത് ശരിക്കും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ 40 വർഷം കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമുക്ക് അത് ഒരു 40 മിനിറ്റ് കൊണ്ട് ഇത്രയും അമൂല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫിഷിംഗ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രവും പരമ്പരാഗതമായ രീതിയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ് ഇത്. കൂടാതെ ഫിഷിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ വലയാവട്ടെ, ഹൂക്കാവട്ടെ, പലതരം വഞ്ചികൾ, ബോട്ടുകളാവട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഇവിടെ ഇവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിലാട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ശരിക്കും ഒരു ഫിഷിംഗ് ബോട്ടിന്റെ മോഡലാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന വലയും ബാക്കി ഉപകരണങ്ങളൊക്കെ അതിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോൺസും ഷെൽസും സ്റ്റോൺസും തടിയൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഫിഷിംഗ് ഹൂക്സും പിന്നെ കുന്തം പോലത്തെ ഫിഷിംഗ് സ്പിയേഴ്സും ഒക്കെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ പ്രാചീനമായിട്ടുള്ള ഫിഷിംഗ് ടെക്നോളജി മുതൽ ആധുനികമായിട്ടുള്ള ഫിഷിംഗ് ടെക്നോളജി വരെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വന്നിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈനോസർ മ്യൂസിയത്തിലേക്കാണ്. വംശനാശം സംഭവിച്ച ഡൈനോസറുകളുടെ ഒരു ലൈഫ് സൈസ് മോഡൽസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓരോന്നിൻ്റെയും പേരും ഡിസ്ക്രിപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ ഒരു അനക്കവും ആ ഒരു സൗണ്ടും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓരോ ഡൈനോസേഴ്സിനെയും ജീവിച്ചിരുന്ന കാലഘട്ടവും അവയുടെ ഭക്ഷണ രീതിയും ഒക്കെ വ്യക്തമാക്കുന്ന ഡീറ്റെയിൽഡ് വിവരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോട്ടോസും 3D ഡിസ്പ്ലേസും ഒക്കെ ഉണ്ട്. അറിവിനൊപ്പം രസകരമായിട്ടുള്ള ഒരു അനുഭവം കൂടി നൽകുന്ന ഇന്ററാക്റ്റീവ് സോൺസും സെൽഫി പോയിന്റും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം സ്പോട്ടാണ് ഈ ഒരു ഡൈനോസർ മ്യൂസിയം. ഇവിടെ കണ്ടോ, കേശുക്കുട്ടൻ മുട്ട വിരിഞ്ഞു വരുന്ന ഒരു കുഞ്ഞു ഡൈനോസറാണ്. ഇത് ഇവരുടെ 3D ആർട്ട് ഗാലറി ആണേ. ക്രിയേറ്റീവായിട്ട് ഒത്തിരി ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്ത്യ സീഷൽ മ്യൂസിയത്തിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയും കണ്ടവർക്കറിയാം, മഹാബലിപുരം എന്നത് വിസ്മയകരമായിട്ടുള്ള ശില്പങ്ങൾ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ. ഇവിടെ പ്രാദേശികമായിട്ട് തന്നെ ഗ്രാനൈറ്റ് പോലുള്ള കല്ലുകൾ ധാരാളമായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന ഒരു കലയാണ് ഈ ശില്പകല എന്ന് പറയുന്നത്. യാത്രയിൽ ഉടനീളം നമുക്കിങ്ങനെയുള്ള സ്റ്റോൺ യാർഡ്സ് ഇരുവശങ്ങളിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കൗതുകം കൊണ്ട് വണ്ടി വഴിയിലൊന്ന് നിർത്തിയിട്ട് അവിടുത്തെ ഒരു ചേട്ടനുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് പോയതാണേ. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള പല ക്ഷേത്രങ്ങളിലും ഇവിടെ നിന്നാണ് വിഗ്രഹങ്ങൾ ഓർഡർ അനുസരിച്ച് ഇവർ ചെയ്തു കൊടുക്കുന്നതെന്ന്. കൂടാതെ പലതരം കലാസ്ഥാപനങ്ങളും പിന്നെ വലിയ ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ അവരുടെ അലങ്കാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാച്യൂസ് ചെയ്ത് മേടിക്കാറുണ്ട്. ഒന്നുകിൽ അവർ കൊടുക്കുന്ന ഡിസൈനിൽ ഇവർ ചെയ്തു കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഡിസൈൻസ് അവരെ കാണിക്കുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ അവർ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ മലേഷ്യ, സിംഗപ്പൂർ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ടും ചെയ്യാറുണ്ട്. ചെറിയ ശില്പങ്ങൾ മുതൽ വലിയ വലുപ്പം കൂടിയ ശില്പങ്ങൾ വരെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതായാലും പരമ്പരാഗതമായിട്ടുള്ള ഇത്തരം കൈത്തൊഴിലുകൾ ഇങ്ങനെ നിലനിന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ മഹാബലിപുരം ചരിത്രവും സംസ്കാരവും ശില്പകലയും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മഹാബലിപുരം. നിങ്ങൾക്ക് ചെന്നൈയിലോ പോണ്ടിച്ചേരിയിലോ ഒക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ പോലും മഹാബലിപുരം കൂടെ കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മുടെ മഹാബലിപുരം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.